Shankar Dev Rana. I am from RAW, Research and Analysis Wing. റോയോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയ്ക്ക് കേവലം 30 കുട്ടികളുടെ മരണവേദന എന്താണെന്ന് മനസ്സിലാവില്ല. 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ മദ്യത്തിനും മദിരാക്ഷിക്കും പ്രലോഭിപ്പിച്ച് രാജ്യത്തെ വിറ്റ് കാശാക്കി സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തുന്ന നിന്നെ പോലുള്ള തേർഡ് റേറ്റ് ക്രിമിനൽസിന് നിരപരാധിയായ ഒരു ശാസ്ത്രജ്ഞന്റെ പ്രാണവേദന എന്താണെന്ന് മനസ്സിലാവില്ല. കാസർഗോട്ട് കൂലിപ്പണി ചെയ്ത് നടന്നിരുന്ന മുരിക്കുമുറി വേലായുധൻ ശങ്കർ ദേവറാണയായ കഥയും നിനക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? നിരപരാധിയായ എന്നെ നിരപരാധിയ? തേനിമല ബഹിരാകാശ കേന്ദ്രത്തിലെ എത്ര ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് സാങ്കേതിക രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് ഫ്രാൻസിലെ സ്വകാര്യ കമ്പനികളിൽ അവരെ ജോലിക്ക് അയച്ചിട്ടുണ്ട്. ദേവേന്ദ്രപുരി ലിക്വിഡ് പ്രൊപ്പൽഷൻ കൺട്രോൾ സിസ്റ്റം, PSRV ബാംഗ്ലൂർ എന്നീ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സുരക്ഷിതത്വ രേഖകൾ എത്ര ശത്രു രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നീ? തിരുവനന്തപുരത്ത് 100 തവണ വിമാനം ഇറങ്ങിയപ്പോഴും ഗ്രീൻ ചാനലിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ എത്ര ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് നീ? അന്തർവാഹിനികളുമായി വാർത്താവിനിമയം നടത്താൻ ഇന്ത്യ കണ്ടുപിടിച്ച വെരി ലോ ഫ്രീക്വൻസി സാങ്കേതിക വിദ്യയും PSRV ശാസ്ത്രജ്ഞന്മാർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ റഡാർ രഹസ്യങ്ങളും ചോർത്തി കൊടുത്തിട്ട് പകരം അവന്മാർ എറിഞ്ഞു തന്ന എത്ര പ്രാപിച്ചിട്ടുണ്ട് നീ? 736 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള അതിശീത 2ാം ഘട്ട എഞ്ചിൻ പരാജയപ്പെടുത്താൻ സാധാരണ ജീവനക്കാരുടെ ചോറ്റുപാത്രം വരെ പരിശോധിക്കുന്ന PSRVയിലെ എത്ര സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് മാമാപ്പണി ചെയ്തിട്ടുണ്ട് നീ? റോ കൊള്ളാം, നല്ല പേര്, കേൾക്കാൻ സുഖമുണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അത് അതിലും സുഖമുള്ള പേര്. ഉടുമ്പൻചോലക്കാരൻ മഹേഷ് അരവിന്ദും പട്ടാളക്കാരൻ ഉണ്ണിത്താനും അല്ല 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 റോയിൽ വേട്ടപ്പട്ടി എന്നറിയപ്പെടുന്ന ശ്രീധർ പ്രസാദും ഹിറ്റ്മാൻ മൂർത്തി വെരി ഇന്റലിജന്റ് ഓഫീസേഴ്സ്. സമ്മതിച്ചു. 1 മാസം കൊണ്ട് 25 കൊല്ലത്തെ എന്റെ എല്ലാ മഹത്വങ്ങളും തെളിയിച്ചിരിക്കുന്നു. നീ പറഞ്ഞതെല്ലാം സത്യമാണ്, എല്ലാം ഞാൻ ചെയ്തതുമാണ്. ബട്ട് ലൈഫ് ഈസ് എ ഗെയിം. ആദിബുദ്ധിമാന്മാർക്ക് ദൈവം അധികമായി കൊടുക്കാറില്ല. സോ ഞാനെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞു. നീ പറഞ്ഞില്ലേ എന്റെ സാമ്രാജ്യം? അത് തന്നെ. അത് ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ അതെന്നോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയല്ലേ? നിന്റെ തെളിവുകൾ നിഷ്പ്രഭമാക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂ. See this. ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നെ കുറിച്ച് നിനക്ക് കിട്ടിയ എല്ലാ തെളിവുകളും തവിടുപൊടിയാകും. കൂടെ അതിബുദ്ധിമാന്മാരായ ശ്രീധർ പ്രസാദും മൂർത്തിയും അതെന്റെ പുതിയ ഉദയമായിരിക്കും. ശങ്കർ ദേവറാണയുടെ പുതിയ സാമ്രാജ്യത്തിന്റെ ഉദയം. നിങ്ങൾ അതിന് സമ്മതിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്.
അടുക്കരുത് അടുക്കരുത്, ഇതൊന്ന് കത്തിച്ചാ മതി. അടുക്കരുത്, നിനക്കൊന്നും എന്നെ ജീവനോടെ കിട്ടില്ല. റോ കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലേ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അതിലും സുഖമുണ്ട് അല്ലടാ? കേൾക്കാൻ മാത്രമല്ല, കണ്ടാലും കൊണ്ടാലും നല്ല സുഖമാണെന്ന് നിനക്ക് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. നിന്റെ മറ്റടത്ത സാമ്രാജ്യത്തിന്റെ ഉദയം ഉണ്ടല്ലോ, അതിന് തീഹാർ ജയിലിലെ കഴിമരത്തിലായിരിക്കും. മൂർത്തി, എടോ ഉടുമ്പിച്ചോലെ, താനാള് കൊള്ളാമല്ലോടു. Congratulations, Mr. Sridhar Prasad. താങ്ക് യു സർ. Congratulations. താങ്ക് യു സർ. Mr. Alexander, സർ. they are from Rome. ഓ, Sir. താങ്ക് യു ഫോർ എവറിഥിങ്. തങ്കമണിയിലെ ഭാര്യ വീട്ടിൽ വരുമ്പോ ഉടുമ്പൻചോലയ്ക്ക് വരാൻ മറക്കണ്ട. അവിടെ ഏലക്ക പറിക്കുന്ന സീസണാ. Sir. ആ